അപ്പോൾ ഇതാണ് എൻ്റെ വീട്. അങ്കമാലിയിലാണ് കേട്ടോ ഈ വീട്. ഞാനിപ്പോൾ ജസ്റ്റ് എൻ്റെ വീടും പരിസരമൊക്കെ അങ്ങനെ കാണിച്ചു തരുന്നതേ ഉള്ളൂ കേട്ടോ. ഇവിടെ നല്ല ഓക്സിജനൊക്കെ കിട്ടുന്ന ഏരിയയാണ്. അപ്പോൾ ചോദിക്കും ഞങ്ങളുടെയൊക്കെ അവിടെ ഓക്സിജൻ കിട്ടില്ല. കിട്ടും, പക്ഷേ ഇവിടെ കുറച്ച് പ്രത്യേകതയുണ്ട്. കാരണം കണ്ട അത്രയും ഒഴിഞ്ഞ സ്ഥലങ്ങളാണ്. എൻ്റെ വീടിൻ്റെ പരിസരമാണ് കേട്ടോ ഇത്. ഇവിടെ ഏക്കർ കണക്കിന് സ്ഥലം ഇങ്ങനെ ഒഴിഞ്ഞൊങ്ങ് കാട് പോലെ ഇങ്ങനെ കിടക്കുകയാണ്. ശരിക്കും ഇത് കാടൊന്നുമല്ല കേട്ടോ, ശരിക്കും ആൾക്കാരുടെ വാങ്ങിയിട്ടിരിക്കുന്ന ഭൂമിയാണ്. പക്ഷേ ഇത് ഏക്കർ കണക്കിന് അങ്ങ് കിടക്കുക. അപ്പോൾ ഇവിടെയൊക്കെ അടുത്ത് വീടുകളൊക്കെ കുറവാണ്. എൻ്റെ ആ ലൈനിൽ കാണുന്നതൊക്കെ നമ്മുടെ വീടിൻ്റെ അയലന്തറങ്ങളാണ്, ഒത്തിരി വിട്ടിട്ടാണ്. ഇതൊരു 2 വീട് അടുത്തടുത്ത് എനിക്ക് അയലന്തറമായിട്ടുണ്ട്. എൻ്റെ വീടിന് ഈ 2 വീടാണ് അയലന്തറമായിട്ടുള്ളത്. എൻ്റെ വീടാണ് ആ ലാസ്റ്റ് കാണുന്നത്. പിന്നെ ഇവിടെ വരുമ്പോഴുള്ള പ്രത്യേകത വെച്ചാൽ ഇവിടെ ഇഷ്ടംപോലെ ഇപ്പോൾ ഇവിടെയൊക്കെ വെട്ടി തെളിച്ചതാണ്. കാരണം ഈ പാമ്പിൻ്റെ ശല്യമുണ്ട്. അപ്പോൾ വെട്ടി തെളിച്ചത് കൊണ്ട് ഇങ്ങനെ, അല്ലെങ്കിൽ ഇവിടെയൊക്കെ നിറച്ച് മരങ്ങളാണ്. ഈ മരങ്ങളൊക്കെ ഉള്ളപ്പോൾ എന്നറിയാമോ ഇവിടെ ചൂട് കുറവാണ്. പൊതുവെ ചൂട് കുറവാണ്, നല്ല തണുപ്പായിരിക്കും. നല്ല തണുപ്പ് നിറഞ്ഞൊരു അന്തരീക്ഷമാണ്. അവനവൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ നമുക്ക് കാണുമ്പോഴേ, നാട്ടിൽ വന്ന് കാണുമ്പോൾ അവരെ കൊഞ്ചിക്കാനും കളിപ്പിക്കാനും ഒക്കെ നമുക്ക് സാധിക്കുമ്പോഴുള്ളൊരു സന്തോഷമുണ്ടല്ലോ. അത് പറഞ്ഞറിയിക്കാൻ പറ്റിയത് ആണോ? സന്തോഷമായി? സന്തോഷമാണെന്ന് പറഞ്ഞു. എല്ലാവർക്കും സന്തോഷമാണെന്ന് ചോദിച്ചാൽ, സുഖമാണെന്ന് ചോദിച്ചാൽ പറ. അങ്ങനെയല്ലേ? ഞാനിപ്പോൾ നാട്ടിലാണ് ഉള്ളത് കേട്ടോ. ഈ ഗൾഫിൽ ജീവിക്കുന്ന എല്ലാ പ്രവാസികൾക്കും ഉണ്ടല്ലോ, ഈ ഇടുങ്ങിയ ഒരു സ്ഥലത്ത് അതിൻ്റെ ഒരു പരിമിതിയിൽ ജീവിച്ചിട്ട് നമ്മൾ നാട്ടിൽ വന്ന് ഇത്രയും സ്വതന്ത്രമായ സ്ഥലങ്ങളും പരിസ്ഥിതികളും ഒക്കെ കാണുമ്പോഴത്തേക്കുണ്ട് കിട്ടുന്ന ഒരു ആശ്വാസമുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ബന്ധുക്കളെയും കുഞ്ഞുങ്ങളെയും കുട്ടികളെയും കാണുമ്പോഴല്ല നമുക്കുണ്ടാകുന്ന ഒരു ആശ്വാസമുണ്ട്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. ഒരു സന്തോഷം. എല്ലാവർക്കും സുഖമല്ലേ? പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ട് തരാം കേട്ടോ. ഓക്കെ, ബൈ പറഞ്ഞ്. ബൈ, ലവ് യു പറഞ്ഞ്. ഐ ലവ് യു. ഓക്കെ. വരുന്നത് എൻ്റെ അമ്മച്ചിയാണ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ തറവാട്, ഞാൻ ജനിച്ചു വളർന്ന വീട്. ഇത് ഞങ്ങളുടെ വീട്ടിലെ ഒരു കുടിൽ വ്യവസായമാണ്. പിന്നെ വജിക്കട നടത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്കുള്ള സാധനങ്ങൾ ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അമ്മയും ചേട്ടത്തിയും. ഇനിയിപ്പോൾ വീട് ചെറുതോ വലുതോ എന്നുള്ളതല്ല, അതിൽ താമസിക്കുന്ന ആൾക്കാരുടെ മനസ്സും സ്നേഹവും കരുതലുമാണ്. സമയത്ത് കഴിക്കാൻ പാടില്ല. ജോലി ചെയ്യുമ്പോഴത്തേക്ക് അമ്മച്ചി കഴിച്ചായിരുന്നു. എന്ത് ചെയ്യും? കുടിക്ക്. എന്തൊരു കഷ്ടമാണിത്. എന്നോട് ചോദിച്ച് മേടിക്കണ്ടേ? ഞാനിത് ഓർക്കുക. ഞാൻ ദിവസവും കഴിക്കുന്നുണ്ടല്ലോ. ഒരു ദിവസം കഴിച്ചില്ലെങ്കിൽ അമ്മച്ചിക്ക് ക്ഷീണമാകുക കൊണ്ടല്ലേ പറഞ്ഞത്. ഞാനും ഓരോ കൂട്ടത്തിൽ പോകുമ്പോഴേ അമ്മച്ചി എല്ലാം ഓർപ്പിക്കണം. 3 കൂട്ടം കാര്യങ്ങൾക്ക് ഇടയ്ക്കിടന്ന് വിചാരിക്കണം. ഇല്ലെങ്കിൽ ഇതൊന്നും കഴിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇവിടെ ഒരു ഓർമ്മയുണ്ട്. കർത്താവേ, നമ്മുടെ വീട് ചെറുതോ വലുതോ എന്നുള്ളതല്ല, നമ്മൾ ജീവിക്കുന്നിടത്ത് ഉള്ള മനുഷ്യർ, നമ്മുടെ വീട്ടിലുള്ള ഓരോ അംഗങ്ങൾക്കും ഉണ്ടാകുന്ന പരസ്പര സ്നേഹം, ബഹുമാനം, ഐക്യം, ഇതൊക്കെയാണ് ഓരോ വീടിനും ശാന്തിയും സമാധാനവും സന്തോഷവും ഐശ്വര്യമൊക്കെ തരുന്നത്. പിന്നെ നമ്മുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ, നമ്മുടെ ശരികൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് അംഗീകരിക്കാനുള്ളൊരു മനസ്സ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. അവിടെ വിമർശിക്കരുത്. അപ്പം അംഗീകാരം, അത് നമ്മൾ ആരോട് കാണിക്കുന്നു അവിടെ സ്നേഹമുണ്ടാവും, അവിടെ ബഹുമാനം ഉണ്ടാവും, അവിടെ സന്തോഷം ഉണ്ടാവും. ഇതിപ്പോൾ നമ്മുടെ അയലന്തറമാണ് കേട്ടോ. നമ്മുടെ അയലന്തറത്തുള്ള ഒരു ചേട്ടനാണ്, പേര് കൃഷ്ണനാണ്. ഇതെൻ്റെ അയലന്തറമാണ്, അത് എൻ്റെ വീടാണ്. അപ്പം ഞങ്ങളൊക്കെ ഈ അയലന്തറത്തുകാരെന്നൊക്കെ പറയുന്നത് ഞങ്ങൾ വളരെ സന്തോഷത്തിൽ ഐക്യത്തിൽ ഒന്നിച്ചിന്നുവരെ ഒരു വഴക്കോ പിണക്കോ ഒന്നുമില്ലാതെ ജീവിച്ചു പോകുന്ന ആൾക്കാരാണ് അല്ലേ കൃഷ്ണൻ ചേട്ടാ? ഇത്രയും വർഷമായല്ലേ? ഞാനൊക്കെ ചെറുതായിട്ട് ഓടിയെടുക്കുമ്പോൾ ചേട്ടനുണ്ടെന്നാ പറഞ്ഞത്.
83 വയസ്സായി കേട്ടോ ചേട്ടൻ. ഓക്കെ. അപ്പൊ നമ്മള് എപ്പോഴും നമ്മൾ ജീവിക്കുമ്പോഴത്തേക്ക് നമ്മുടെ വീട് മാത്രമല്ല നമ്മുടെ അയലന്തരവും നമ്മൾ അതുപോലെ കാത്തുകൊണ്ട് പോകണം. എന്നാലും ആ ഒരു സ്നേഹവും സന്തോഷവും ഒരു ബഹുമാനവും ഒക്കെ നമുക്ക് കിട്ടുള്ളൂ. ചേട്ടൻ കയറി വിളിക്കും ഞങ്ങളെ. മോളെ എവിടെ പോണ്, എന്താണ് ചേട്ടൻ എവിടെ വെച്ച് പറഞ്ഞ് ഞങ്ങളെ തിരിച്ചറിയാം. ഓക്കെ ചേട്ടാ.